ധാരാളം ഉണ്ടായി എന്നതുകൊണ്ട് എന്താവില്ല, ബർക്കത്താവില്ല. പക്ഷെ ധാരാളം ഉണ്ട് എന്നതുകൊണ്ട് ബർക്കത്തില്ലായ്മയല്ല. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഖുൽ ലാ യസ്തവിൽ ഖബീസു വത്വയ്യിബു വലൗ അഅജബക കസ്റത്തുൽ ഖബീസ്. എന്താ അവിടെ പറഞ്ഞേ? ഖുൽ ലാ യസ്തവിൽ ഖബീസു വത്വയ്യിബു. ഖബീസ് പറഞ്ഞാൽ മ്ലേച്ഛമായത്, ത്വയ്യിബ് പറഞ്ഞാൽ വിശിഷ്ടമായത്. ഇത് രണ്ടും എന്താവില്ല, സമാകൂല. എന്നിട്ട് അള്ളാഹു പറഞ്ഞു വലൗ അഅജബക കസ്റത്തുൽ ഖബീസ്. മ്ലേച്ഛമായ കാര്യം ധാരാളം ഉണ്ട് എന്നത് നിന്നെ അത്ഭുതപ്പെടുത്തിയാലും നിന്നെ സന്തോഷിപ്പിച്ചാലും ത്വയ്യിബ് വളരെ കുറച്ചാണെങ്കിലും എന്താണ് ഖൈറ്? ത്വയ്യിബിലാണ് ഖൈറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ എന്താ പറയുക, കസ്റത്ത് ധാരാളമുണ്ട് എന്നത് ഒരിക്കലും ലാ തദുല്ലുൽ ഖൈരിയ്യ, അത് നന്മയാണ് എന്നതിനുള്ള തെളിവല്ല. ബലിൽ ഖൈറു ഫീ ഷൈഇൻ മുബാറക് വ ഇൻ ഖല്ല, അല്ലെങ്കിൽ വ ഇൻ കാന ഖലീലൻ. കുറച്ചാണെങ്കിലും ഉള്ളതിൽ ബർക്കത്തുണ്ടോ അവിടെയാണ് എന്തുള്ളത്, ഖൈറുള്ളത്. ഫൽ മുബാറകു ഇൻ കാന ഖലീലൻ ഫീ നദ്റിൽ ഐനി ഫഇന്നഹു അഫ്ളലു മിനൽ കസീർ ഫീ നദ്റിൽ ഐൻ. അഥവാ മനുഷ്യന്മാരുടെ കാഴ്ചയിൽ ഒരു വസ്തു കൂടുതലാണെങ്കിലും അതിൽ ബർക്കത്തില്ലെങ്കിൽ അത് കാര്യമില്ല. മനുഷ്യന്മാരുടെ കാഴ്ചയിൽ ഒരു വസ്തു കുറവാണ്, പക്ഷെ അവിടെ ബർക്കത്തുണ്ടെങ്കിലോ അതാണ് ഖൈറ്. അതുകൊണ്ടാണ് ഈ ആയത്ത് അവിടെ പണ്ഡിതന്മാരെ എടുത്തു കൊടുക്കുന്നത്.